നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഉച്ചത്തിൽ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. കൈകൾ വീശി ഒന്ന് ചേർന്ന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ആക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർഗലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ
തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ മൗനമായി നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശദീകരിക്കാൻ ആവശ്യമായ തിരുവചനങ്ങളിൽ അച്ഛന്റെ അതരങ്ങളിലൂടെ പ്രദാനം ചെയ്യപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വചനത്തിലൂടെ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം, ആരാധന. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ദിവസം ഈ ആലയത്തിലേക്ക് നമ്മളെ പേര് ചൊല്ലി വിളിച്ച അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയാം. മരിയൻ ഉടമ്പടിയിലൂടെ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനും ശക്തീകരിക്കുവാനും ദൈവപിതാവിനാൽ ഞങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. ദിവ്യകാരുണ്യനാഥ, ഓരോ നിമിഷവും നിന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. മഹത്വം, ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം, ആരാധന. ജീവന്റെ തിരുഭോജ്യമേ. ഉടമ്പടി ധ്യാനത്തെ അല്ലെങ്കിൽ ഉടമ്പടി പദ്ധതിയുടെ പ്രയോഗങ്ങളെ മറ്റു പ്രാർത്ഥന പദ്ധതി പ്രയോഗങ്ങളുമായിട്ട് ഏറ്റവും ശക്തമായ രീതിയിൽ വ്യത്യാസപ്പെടുത്തുന്നത് നമുക്കറിയാം, അതിൻ്റെ പ്രസൻസ്. ഇത് ഈ ദിവസങ്ങളിലൊക്കെ മനുഷ്യർ കൂടുതൽ പറയുന്നതാണ് പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചയിലൂടെ, ദർശനത്തിലൂടെ, ഗന്ധത്തിലൂടെ, കേൾവിയിലൂടെ, ഇങ്ങനെ ഇന്ദ്രിയമായ രീതിയിൽ, ഇന്ദ്രിയ സ്പർശമായ രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരെ ഒത്തിരി പേര് എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളും തന്നെ
സാക്ഷ്യം പറയുന്നുണ്ട്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദൈവാനുഭവങ്ങളൊന്നാണ് പ്രസൻസ്, സാന്നിധ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ ഈ പ്രസൻസിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം. കാര്യം, ഒന്നാമത്തെ കാര്യം പ്രസൻസ് ആൻഡ് പ്രോമിസ് ഇത് നമുക്ക് കിട്ടുന്ന പ്രസൻസ് ഫീലിംഗ് ഇല്ലേ, ദൈവസാന്നിധ്യത്തിൻ്റെ ഫീലിംഗ്, അത് പ്രോമിസ്ഡ് ആണ്. അതായത് വാഗ്ദാനപ്രകാരമാണ്. ഉടമ്പടിയുടെ പാക്കേജിൽ ദൈവം പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ സമയത്തും. കവനൻ്റ് ആൻഡ് പ്രോമിസ് ആൻഡ് പ്രസൻസ് ഒരുമിച്ച് പോകുന്ന സബ്ജക്റ്റാണ്. കവനൻ്റ് മീൻസ് ഉടമ്പടി, പ്രോമിസ് മീൻസ് വാഗ്ദാനം. അപ്പോൾ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ എന്നോട് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രസൻസ് ആണെന്ന് പറയും. പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് നമ്മൾ പരീക്ഷ ഹാളിലായാലും കോടതിയിലായാലും അതുപോലെ തന്നെ നമ്മൾ ICUയിലായാലും വെന്റിലേറ്ററിലായാലും ഈ പ്രസൻസ് ഒക്കെയാണ്. അങ്ങനെ പ്രസൻസിൻ്റെ മാത്രം ഒരു 1000-ഓളം സാക്ഷ്യങ്ങൾ ഓൾറെഡി യൂട്യൂബിൽ കൃപാസനം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ആണ് പ്രസൻസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം ശില്പ എന്ന് പറയുന്ന ഒരു നേഴ്സിൻ്റെ സാക്ഷ്യമാണ്. ശില്പയുടെ സാക്ഷ്യത്തിൽ കുറേ സംഭവങ്ങളുണ്ട്, ഉടമ്പടിയുടെ കുറേ വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, ഇവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ശരീരം തണുക്കും. രോഗമല്ല, വല്ലാത്ത സുഖതമായ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. മുറിയിലായാലും നടക്കുമ്പോഴായാലും പണ്ടില്ലാഞ്ഞ രീതിയിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രസൻസാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത്, തണുപ്പായിട്ട്. ഈ പുകയും മഞ്ഞുകണങ്ങളും ഒക്കെ ബൈബിളിലെ പ്രസൻസിൻ്റെ അടയാളമാണ്. മഞ്ഞുകണങ്ങൾ, അതുപോലെ തന്നെ പുക, പരിശുദ്ധമായ പുക, അതെല്ലാം ഈ ബൈബിളിലെ പ്രസൻസിൻ്റെ ഫീലിംഗ്. മേഘങ്ങൾ, കൂടാരത്തിൻ്റെ വാതിക്കൽ മോശ പ്രാർത്ഥിക്കുമ്പോൾ കൂടാരം മേഘമായി നിറയും, ദൈവത്തിൻ്റെ സാന്നിധ്യം. ടേക്ക് ദ ബെഡ് അപ്പ്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കൂടെ പുറപ്പാട് 33:9. പുറപ്പാട് 33:9. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ, പറഞ്ഞേ, മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും. മേഘം അതുപോലെ തന്നെയാണ് സീനായ മരമുകളിലെ പുക ഉയരുന്നത് കാണാം. പുക, നമ്മൾ ധൂപമൊക്കെ അൾത്താരയിൽ അർപ്പിക്കുന്നത് ഈ മഹത്വത്തിൻ്റെയും മേഘത്തിൻ്റെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുരൂപമായിട്ടാണ് അൾത്താരയിലൊക്കെ നമ്മൾ ധൂപം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ, നമുക്കറിയാം ദൈവമായിട്ട് വരുമ്പോൾ പ്രസൻസിനാണ് കൂടുതൽ നമ്മൾ. പക്ഷേ വി ആർ നോട്ട് ദാറ്റ് ബോദർ. ഇപ്പം അപ്പത്തിൻ്റെ വിഷയം, അതായത്
അത്താറയിൽ തന്നെ ഈശോ അപ്പത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഞാനാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഈ അപ്പം കാണുമ്പോൾ എന്നെപ്പോലെ ഇരിക്കുമെന്നല്ല പറഞ്ഞത്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മൈ. എന്നിട്ട് പറഞ്ഞത് അതായത് ഇത് എൻ്റെ ദിസ് ഈസ് മൈ ബോഡി. ഇത് റിസംബിൾ ആണെന്നല്ല പറഞ്ഞത്, ബോഡിയെപ്പോലെ ഇരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ദിസ് ഈസ് മൈ ബോഡി. ദാറ്റ് മീൻസ് അപ്പം എടുക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം അതിനകത്ത് ഇൻഡൽക്കേറ്റ് ചെയ്തിരിക്കണം ദൈവം. കൈ ഇട്ടിച്ച് കിടത്താൻ എന്നും കൂടെ പരിശുദ്ധിയുടെ എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യന സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. എന്റെ പ്രിയപ്പെട്ട ശ്രുതികട ഹല്ലേലൂയ. പുറപ്പാട് 19, 17, 18 തിരുവചനങ്ങൾ. പുറപ്പാട് 19, 17, 18. ദൈവത്തെ കാണുന്നതിനു വേണ്ടി പറഞ്ഞേ. ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായ് മല മുഴുവൻ ധൂമാവൃതമായി. ചൂളയിൽ നിന്നെന്ന പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. അതായത് മേഘം, പുക, മഞ്ഞ് ഇതെല്ലാം സാന്നിധ്യമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ്. ഇപ്പം ശില്പ പറഞ്ഞില്ലേ എനിക്ക് തണുക്കണ പോലെ തോന്നിയെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റെ തണുവ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കാം. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. ചിലക്കിങ്ങനെ സുഗന്ധം വന്നുകൊണ്ടിരിക്കാം, ചിലക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം. ഇപ്പം ശില്പയുടെ തന്നെ സാക്ഷ്യത്തിൽ വേറൊരു സംഭവമുണ്ട്. അവളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കുരിശുരൂപം കുലുങ്ങും. ഭിത്തിയെ കിടന്ന കുരിശുരൂപം ഇങ്ങനെ വിറക്കും. അപ്പം ശില്പ സന്നദ്ധ വിചാരിക്കും, കർത്താവേ പീഡനമാണല്ലേ എന്ന് ചോദിക്കും. പീഡനമാണല്ലേ ഇനി വരാൻ പോണത്? പീഡനം. അതിങ്ങനെ മെസ്സേജാണത്. ഇക്കാലത്തൊക്കെ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെന്നൊക്കെ പറഞ്ഞത് സൂക്ഷ്മജീവികളെന്ന് ഞാൻ പറയണത് ബാക്ടീരിയയും അമീബയും അല്ല, ആധ്യാത്മികതയും സൂക്ഷ്മതയുള്ളവർ. നീ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സുഭാഷിതം 5 പറയത്തില്ലേ, സൂക്ഷ്മതയുള്ളവനായിരിക്കണം. അത് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു സൂക്ഷ്മത വേണം. അല്ലാതെ വന്ന പോലെ ഉടമ്പെടുക്കാൻ വന്ന ആ മൈൻഡ് സെറ്റിൽ വരരുത്. ഉടമ്പ എടുത്തിട്ട് പോകുമ്പോൾ പിന്നെ ഏത് സമയത്തും ദൈവത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ടേക്ക് ദ ബെഡ് സുഭാഷിതം. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. വിശുകൊണ്ട് സഭാപ്രസംഗകൻ 5:1. സഭാപ്രസംഗം 5:1. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. അപ്പം സൂക്ഷ്മത ഉടമ്പടിയുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവമായിട്ടല്ലേ, ഈക്വൽ പാർട്ട്ണർ അനുസരിച്ചല്ലേ ഉടമ്പടി ചെയ്തിരിക്കണത്.
നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ നിബന്ധനകൾ പാലിച്ചുള്ളതെന്ന് ഒപ്പിട്ടിരിക്കുന്നതാണ് അല്ലേ, അത് ഒന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പൻ, നിങ്ങളെ തരക്കാരല്ലാത്ത ഒരാളുമായിട്ട്, നിങ്ങൾ ഈക്വൽ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? പോക്കിത്തരം കാണിച്ചാൽ, പൊട്ടത്തരം കാണിച്ചാൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്നായി പറഞ്ഞുകൊണ്ട് വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉടമ്പടി ഉടപ്പിട്ടുള്ള ആൾക്കാർ മൈൻഡ് ഇറ്റ് ഈസ് എ വെരി വെരി സീരിയസ് തിങ്. നിങ്ങളൊരു ദൈവമായിട്ട്, നിങ്ങളൊരു ഈക്വൽ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ഉടമ്പടി കരാർ ചെയ്തിരിക്കുകയാണ്. അപ്പോഴെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എന്തുകൊണ്ട് നിങ്ങളോട് 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കണമെന്ന് കത്തോലിക്കരോട് പറയാൻ കാര്യം, ദേ മസ്റ്റ് ഡു ഇറ്റ് ബൈ നോ മീൻസ്. മറ്റുള്ളവരെന്ന് പറഞ്ഞ് കൈ കെട്ടിയിരുന്നാൽ മതിയാ? അല്ല, അവർ മനസ്സാക്ഷിക്കൊപ്പിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിന് നിരക്കുന്ന നീതിയുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പം ഇന്നലെ ഒരു കുട്ടി അമ്മയും കൂടി ഇവിടെ വന്ന, അപ്പോൾ അവളുടെ പ്രശ്നം ഒരു ഡൈവേഴ്സിലാണ്. അപ്പോൾ കുട്ടിയെ ഭർത്താവ് നാട്ടിൽ വിദേശത്തെ ജോലിയും കഴിഞ്ഞിട്ട് അയാൾ നാട്ടിൽ തിരിച്ചു വന്ന് കുട്ടിക്ക് കേസ് പറയാൻ വേണ്ടി പോയി എന്നിവൾ അറിഞ്ഞ്. അപ്പോൾ അയാൾ നാട്ടിൽ വരുന്നതുകൊണ്ട് കുട്ടിനെയും കൊണ്ട് ഇവൾക്ക് കാനഡയിലേക്ക് പായണം. അതിന് ഉടമ്പടി ചെയ്തിരിക്കുക. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ചോദിച്ചേ, നീ അവിടുന്ന് വഴക്കിട്ട് പോകുന്നതാണ്, നിന്നെ തല്ലിയായി ഇടിച്ച കൊണ്ടുവന്ന് ആക്കിയതാണ്. അവൾ മിണ്ടണില്ല. അതാ മനസ്സിലായില്ലേ? അവൾ മിണ്ടണില്ല. നീ നിന്നെ വഴക്കിടിച്ച് കൊണ്ടുവന്ന് ഭർത്താവ് ഉപദ്രവിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ ആക്കിയതാണ്. അതാ നീ തന്നെത്താൻ പോകുന്നതാണ്. അവൾ മിണ്ടണില്ല. അപ്പോൾ അതിനകത്ത് എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? അതാ പ്രശ്നം. ചില പെണ്ണുങ്ങൾക്ക് പ്രസവിച്ച് നാട്ടുകാരെ കാണിച്ചിട്ട് അവർക്ക് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാനഡയിൽ പോയാൽ മതി. ഇങ്ങനെയുള്ള ഒത്തിരി കന്നുകാലികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇതൊന്നും ദൈവ നിശ്ചയമല്ല. നിങ്ങളെ വെളുക്കാൻ തേക്കണ പാണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് മര്യാദക്ക് ദൈവിക പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് യോജിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം. അനുതാപം, പ്രസൻസിൻ്റെ ഈ സംഭവം അതാ. അല്ല നിങ്ങളീ പറഞ്ഞ പോലെ നിങ്ങളെ കാണിക്കുന്ന ഗോപ്രകാട്ടിത്തരങ്ങൾക്കെല്ലാം ദൈവം അവസാന പാടുമെന്നാണ് വിചാരിക്കണത്. നിങ്ങൾ കാണിക്കുന്ന ദൈവത്തിന് നിരക്കാത്ത ജീവിത രീതിക്ക് ദൈവം ആമയും പറയുമെന്നാണ് വിചാരിക്കണത്. അനുദപിക്കാതെ there is no other option. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഴമായ അനുതാപം നൽകണമേ. ആത്മാവിന്റെ വലിയ അനുതാപം എന്ന കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം സമാഗതമാ സകലരും അനുദപിക്കാം, സർവം സമർപ്പിക്കുവാൻ സകലരും അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരു ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു, ആഗതനായവൻ വിളിച്ചിടുന്നു. അതായത് വചനം കേൾക്കുമ്പോൾ ദൈവസ്നേഹം ഫീൽ ചെയ്യുകയും, കർത്താവേ ഇത് ചെയ്ത് തരണേ എന്നല്ല പറയേണ്ടത്, കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കേണ്ടത്. സിറ്റുവേഷൻ ഇസ് ദിസ്, ഇതാണ് സിറ്റുവേഷൻ. കർത്താവ് ഇത് എനിക്ക് ചെയ്ത് തരണമേ എന്നല്ല പറയേണ്ടത്, കർത്താവേ ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. പട്ടാളക്കാരൻ വന്ന് ചോദിക്കണില്ലേ യോഹന്നാൻ മാന്താവിനോട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വേണ്ട, യോഹന്നാൻ്റെ ദൈവവചനം കേട്ടപ്പോൾ, സ്നാപകൻ്റെ ദൈവവചനം കേട്ടപ്പോൾ പട്ടാളക്കാർ വന്ന് ചോദിക്കണത് എന്താണ്? പട്ടാളക്കാർ പോരും വന്ന് ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങളെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എന്താ പറയണത്? നിങ്ങൾ ശമ്പളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. കിമ്പളമായിട്ട് മറ്റുള്ളവരെ കഴുത്തേക്ക് കയറി കഴുത്തിന് പിടിച്ച് കാശുണ്ടാക്കരുത്. അതാണ് സംഭവം. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ.
വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. കൂടുതൽ ആരോട് ഈടാക്കരുതെന്ന് ചുങ്കക്കാരോടാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ തേതിൽ എഴുതിയിരിക്കണത് എന്താണ്? കൂടുതൽ ആരോടും ഈടാക്കരുത് എന്ന് പറഞ്ഞേ. കൂടുതൽ ആരോടും ഈടാക്കരുത്. ഒന്നുകൂടി പറഞ്ഞേ. കൂടുതൽ ആരോടും ഈടാക്കരുത്. ആരോടും എന്നുള്ള സ്ഥലത്ത് എന്തെല്ലാം വരാം. ആരോടാകാം? അപ്പനോടാകാം. കൂടുതൽ ഈടാക്കരുതെന്ന് മനസ്സിലായില്ലേ? കൂടുതൽ ആരോടും അമ്മയോടാകാം, ഭാര്യയോടാകാം. ഭാര്യയാണെന്ന് കെട്ടിപ്പോയത് കൊണ്ട് കൂടുതൽ ഈടാക്കരുത്. അതാണല്ല പ്രശ്നം. കെട്ടിപ്പോയെന്ന് ഒറ്റ കാര്യം കൊണ്ട് കൂടുതൽ ഈടാക്കുകയാണല്ല ഈ സ്ത്രീധന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകണമല്ലേ? കൂടുതൽ ഈടാക്കാൻ വേണ്ടിയല്ലേ? കൂടുതൽ ഈടാക്കാൻ വേണ്ടിയല്ലേ? അമ്മായി നമുക്ക് പൊതുവാണില്ലല്ലോ മരുമോളെ കൊണ്ടുവന്നത്. കൂടുതൽ ഈടാക്കാൻ വേണ്ടി, അത് പിടിച്ച് പറിച്ച് സ്വന്തം മകൾക്ക് കൊടുക്കാൻ വേണ്ടി എപ്പോഴും മകനെ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ബൈബിൾ എന്താ പറഞ്ഞത്? കൂടുതൽ ഈടാക്കരുത്. ഒന്ന് പറഞ്ഞേ. കൂടുതൽ ഈടാക്കരുത്. Take the word of God. ലൂക്ക 3:13. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. വ്യാജമായ കുറ്റാരോപണവും അരുത്. വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ഈ വേതനം കൊണ്ട് തൃപ്തിപ്പെടാത്തവൻ പിന്നെ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടത്തില്ല. ഇപ്പം എന്തിന് ഇത്രയും ഈ കേരളം ഇത്രയും കടക്കണി വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ശമ്പളം വർദ്ധിപ്പിച്ചു തന്നെയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ആദ്യം കയറിയപ്പോൾ തന്നെ ശമ്പളത്തിൻ്റെ ഹൈക്ക്, അതായത് 10 കൊല്ലം കൊണ്ട് വർദ്ധിപ്പിക്കേണ്ട 5 കൊല്ലം കൊണ്ട് വർദ്ധിപ്പിക്കേണ്ട സംഭവം പിണറായി 5 ദിവസം കൊണ്ട് വർദ്ധിപ്പിച്ചു. എന്താണ്? ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ നിർത്താൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പം എന്നാ പറ്റിയിരിക്കുകയാണ്? കാണാൻ പറ്റും, ഓണം എണ്ണാൻ കാണാൻ പോലും ഇല്ലാതെ, വിൽക്കാൻ കാണാൻ ഇല്ലാത്ത അവസ്ഥയായില്ലേ? കൂടുതൽ ഈടാക്കിയ സംഭവമാണ്. ജനങ്ങളിലേക്ക് നിന്ന് കൂടുതൽ ഈടാക്കി. KCBയുടെ ആ വാഴ മുഴുവനും KCBക്കാരൻ വന്ന് വെട്ടിക്കളഞ്ഞില്ലേ പൂവാറ്റുപുഴ? സഹിക്കാൻ പറ്റുമോ? നമ്മൾ കർഷകന് അനുകൂലമാണെന്നാണ് നമ്മൾ ജീവിക്കുക. ഈ കൃഷി പോലും ഇതിന് എന്തിനു വേണ്ടിയാണ്? ഈ കറണ്ട് പോലും എന്തിനാണ്? തമിഴ്നാട്ടിലൊക്കെ കർഷകന് വേണ്ടിയാണ് കറണ്ട്. അവൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. ഇപ്പം അതായത് നമ്മൾ കൃഷിക്കാരെ അവൻ്റെ ജീവിതം ഒരു പരുവത്തിലാക്കി, വിദ്യാഭ്യാസം ഒരു പരുവത്തിലാക്കി, പിള്ളേരെല്ലാം പാലായനമല്ലേ? അത് നിൽക്കണില്ലല്ലോ. നിന്നിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ്. നിന്നിട്ട് പുറംവാതിലൊക്കെ നിയമനമൊക്കെ വരുമ്പോൾ പിന്നെങ്കിൽ നമുക്ക് പഠിച്ച് ജോലി കിട്ടണത് എങ്ങനെയാണ്? വിശ്വാസം പോയി. ജനങ്ങളുടെ വിശ്വാസം പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കൂടുതൽ ഈടാക്കൽ ഒരു അനീതിയാണ്. ശരിക്കും അനീതിയാണ്. ഇപ്പോൾ മണിപ്പൂർ സിംഗപ്പൂരാക്കാൻ വേണ്ടി അവിടുത്തെ പാവപ്പെട്ടവനെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിയൊഴിപ്പിച്ചില്ലേ? കൊന്നു കുടിയൊഴിപ്പിക്കുകയാണ്. കൂടുതൽ ഈടാക്കുകയാണ്. ഇതൊക്കെ എല്ലാം തിരിച്ചടി വരും. ഒരിക്കലും സംശയമില്ല. നമ്മുടെ കയ്യിൽ പട്ടാളമുണ്ട്, തോക്കുണ്ട്, രാജ്യമുണ്ട്, ഭരണമുണ്ട്, എന്നൊക്കെ ഒരു കഥയുമില്ല. ഇതൊക്കെ ഒരു ടൈം കഴിയുമ്പോൾ ഇങ്ങനെ മാറണം കാണാം. പലതരത്തിലും ജീവിതവും മാറും, ലോകവും മാറും. ദൈവത്തെ മറന്ന് അധികാരികളായാലും ശരി, ഏറ്റവും താഴെയുള്ള ഞങ്ങളെപ്പോലെയുള്ള അച്ഛന്മാരായാലും ശരി, ആരായാലും ശരി, ആൾക്കാരായാലും ശരി, ഈ കൂടുതൽ ഈടാക്കരുത് എന്നുള്ളത് ഒരു ദൈവികമായ നിയമമാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ എങ്കിലും ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ നിറക്കും. എന്താ കാര്യം എന്നറിയാം മക്കളെ? ഞാനൊരു കാര്യം പച്ചക്കറി പറയാം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ തന്നെ മസിൽ പവർ കൊണ്ടും മണി പവർ കൊണ്ടും നിലനിൽക്കാൻ വേണ്ടി ആക്രാന്തം കാണിക്കുന്നത്.
അക്രാന്തം കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പം പട്ടിപ്പലിശക്കാരില്ലേ, കൂടുതൽ ഈടാക്കുകയല്ലേ, പലിശ എന്നേ കിട്ടി, മുതൽ എന്നേ കിട്ടിയത്. ഓരോ പലിശക്കാരും നോക്കിയാൽ മതി. ഇനി നമ്മൾ വലിയ ജനകീയ സംഘമാണ് എന്നൊക്കെ പറയുന്ന സഹകരണ സംഘങ്ങൾ പോലും നോക്കിയുള്ള അവസ്ഥ എന്താണ്? അവിടെ പലിശ എന്നേ കിട്ടി, അവർക്ക് കൊടുക്കാൻ പറ്റില്ലേ? അവരുടെ പലിശ എന്നേ, അവരുടെ മുതൽ എന്നേ പലിശയായിട്ട് കിട്ടി. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അവരുടെ സ്ഥലം, വീടിരിപ്പ് സ്ഥലം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത്? അത് കൂടുതൽ ഈടാക്കലല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങളുടെ മേലെ ഉടമ്പടി എടുക്കുന്നവർ എന്തിനാണ് അച്ഛൻ നിങ്ങളോട് നിഷ്കർഷിക്കണത്? നിങ്ങൾക്കിതൊക്കെ കുറച്ച് പാടാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താണെന്നറിയാമോ? ഉടമ്പടിയുടെ ഒരു അൾട്ടിമേറ്റ് എയിമുണ്ട്. ഉടമ്പടി അൾട്ടിമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി പുറത്തുള്ളൊരു സൊല്യൂഷനല്ല അന്വേഷിക്കണത്, അകത്തുള്ള സൊല്യൂഷനാണ്. നിങ്ങൾ പുറത്തുള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വസ്തു അടിസ്ഥാനമായ ഒരു സൊല്യൂഷനാണ് പുറത്തുള്ള സൊല്യൂഷൻ. ഉടമ്പടിയിൽ വരുന്നത് പുറത്തുള്ള സൊല്യൂഷൻ അല്ല, എക്സ്റ്റേണൽ സൊല്യൂഷൻ അല്ല, ഇൻറ്റേണൽ സൊല്യൂഷനാണ്. എന്താ അങ്ങനെ പറയണത്? ഇത് വെരി സീരിയസ് തിങ്. ഉടമ്പടി ഒരു ബാഹ്യമായ പരിഹാരം അല്ല ലക്ഷ്യം വെക്കുന്നത്, ആന്തരിക പരിഹാരമാണ്. ഈ ആന്തരിക പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പോസ്തലന്മാർ ഇപ്പം 11:21 എടുത്തേ. 21:6 ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 21:6 അവൻ പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, ലഭിക്കും. എന്താ അവൻ പറഞ്ഞ സൊല്യൂഷനാണ്, ഒരു സൊല്യൂഷനാണ്. അവൻ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞേ, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക. ഒരു സൊല്യൂഷൻ അല്ലേ, പുറത്തുള്ള സൊല്യൂഷനാണ്. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനാണ്, ഒരു പരിഹാരമാണ്. എന്തിൻ്റെ? പുറത്തുള്ള പരിഹാരമാണ്. പക്ഷെ പുറത്തുള്ള പരിഹാരം അല്ലെന്ന് അവനെ അറിയാം. പുറത്തുള്ള ഈ പരിഹാരമല്ല എന്നറിയാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, വള്ളത്തിൻ്റെ വലതുവശത്ത് വല ഇറക്കുമ്പോഴേ അവിടെയുള്ള മത്സ്യങ്ങൾ അവിടെ വള്ളത്തെ കിട്ടുന്നതല്ല അവിടുത്തെ ലക്ഷ്യം. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പം അതിന് മനസ്സിലാക്കണമെങ്കിൽ 21:5 വായിക്കണം. യോഹന്നാൻ 21:5 വായിച്ച് ശ്രദ്ധിക്കട്ടെ. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? എന്താ പ്രശ്നം? മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അർത്ഥം മീൻ വല്ലതും ഉണ്ടോ എന്നാണ്. ഇവിടുത്തെ അർത്ഥം എന്താണ്? ഒരു അപ്പനും അമ്മയോടും പറയുകയാണ്, 3 പെൺമക്കളുണ്ട്, മൂത്തവനെ കെട്ടിക്കാൻ കാശുണ്ടോ? അതാണ് ചോദ്യം. അത് ചോദ്യമാണ്. ബൈബിളിൻ്റെയൊക്കെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ കാലത്തേക്കും എഴുതിയിരിക്കണമല്ലേ, എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യൻ്റെയും വിഷയമാണ് അഭിസംബോധന ചെയ്യണത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഓഫർ ലെറ്റർ വന്ന് വിസയ്ക്ക് നിങ്ങളുടെ ഈ കാശുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതാ പ്രശ്നം. അപ്പോൾ നിങ്ങളെന്താ പറയണത്? വീടിരിപ്പ് സ്ഥലം ഉണ്ടെന്നാണ് പറയണത്. അതിന് എത്ര ഓഹരിയുണ്ട്? അതിന് 3-4 ഓഹരിയുണ്ട്. അതെല്ലാം എങ്ങനെ വിറ്റിട്ട് എങ്ങനെ ഇവർക്ക് കൊടുക്കണം, ഒരാൾക്ക് കൊടുക്കണത്? അപ്പനും അമ്മയും കുഴങ്ങുകയെ. വീടിരിപ്പ് സ്ഥലം വിൽക്കാവുന്നതാണ് അപ്പനും അമ്മയോടും മൂത്ത മകൾ പറയണത്, കേടായി പോകാൻ ഞാൻ പോയി എല്ലാവരും രക്ഷപ്പെടുത്താവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ മൂത്ത മകൾ വീടിരിപ്പ് സ്ഥലം വിൽക്കാമെന്ന് ഇളയ മക്കളുള്ളപ്പോൾ പറയാത്തത്? അവർക്കറിയാം ഇളയ മക്കൾ മിക്കവാറും ഇവിടെ തലമുടിയും പറിച്ചുകൊണ്ട് പോകുമെന്ന്. നിങ്ങൾക്ക് വേണ്ടി ഉടമ്പടി, നിങ്ങൾക്ക് വേണ്ടി വീട് സ്ഥലം വിറ്റ് നിങ്ങളെ കേടായി വിട്ടാൽ നിങ്ങൾ അവിടെ പോയി ജോലി കെട്ടിയിരിക്കുമ്പോൾ ഇവരൊക്കെ കണ്ണടച്ച് കൈയും കാണിച്ച് നിങ്ങൾ കണ്ടവൻ്റെ പുറകെ പോകുകഴിഞ്ഞാൽ വീട് സ്ഥലം ഞങ്ങൾ ബാങ്കുകാരെ കൊണ്ട് ജപ്റ്റ് ചെയ്താൽ ഞങ്ങൾ ആ അടുത്തത് എവിടെ പോയി കിടക്കും, വഴി ആധാരമാകത്തല്ലേ എന്ന് ചോദിക്കാൻ അവിടെ ഇളയത്തങ്ങൾ ഇല്ലാത്ത സമയത്ത് മാത്രമേ ഇവിടെ ചോദിക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. ദാറ്റ് മീൻസ് എവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ട്, പക്ഷെ അത് വെച്ചാൽ പരുവക്കേടുണ്ട്. അതാണ് ആ പരുവക്കേടുള്ള ആണ് ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത്. നിങ്ങൾ എന്നെ മനസ്സിലാക്കണം. ഞാൻ പറയണത് ശുദ്ധമായ കർത്താവിൻ്റെ വചനം മാത്രമാണ്, ജീവിത ബന്ധിയാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളിങ്ങനെ ഒളിച്ചും പാത്തും രഹസ്യത്തിനും അടുക്കളയിലും ഒക്കെ അമ്മയോട് വീട് വിൽക്കാൻ, സ്ഥലം വിൽക്കാൻ അപ്പനോട് പറയുന്നതൊക്കെ പറയുമ്പോഴേ അതിന് മുമ്പ് ദൈവത്തോടൊന്ന് പറയണം. നിങ്ങൾ ദൈവത്തോടൊന്ന് പറയണം. എന്താ കാര്യം? ദൈവത്തോട് എന്താ പറയേണ്ടത്? അപ്പോസ്തലന്മാരെന്താ പറഞ്ഞത്? കർത്താവ് പരുവമെല്ലാം ഉണ്ടോന്നാണ് ചോദിച്ചത് അല്ലേ? മക്കളെ മീൻ വല്ലതും ഉണ്ടോ? 21:5 ചോദിക്കണത്. അപ്പോൾ അത്
അപ്പോസ്തലന്മാരായാലും എന്താ പറയണത്? അപ്പോസ്തലന്മാർ പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? ഇതേ സിറ്റുവേഷൻ ലൂക്ക പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ലൂക്ക 5:5 തൊട്ടുള്ള. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഈ വലയത്തിന്റെ ഒരു ഘടന കണ്ടില്ലേ? എന്താ പ്രശ്നം? നിവൃത്തിയില്ല, പരിവക്കേടില്ല. ഇത് 21:6 എന്താ ചോദിക്കണത്? മക്കളെ, മീൻ വല്ലതും ഉണ്ടോ എന്നാണ്. ആ ചോദ്യം ഈശോ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞ സാഹചര്യത്തിൽ കർത്താവ് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്തെങ്കിലും പരുവം ഉണ്ടോ? അപ്പോൾ പത്രോസ് പറയും, അനുഭവം കൊണ്ട് ഒരു പരുവും ഇല്ല. എന്താ കാര്യം? രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചതാണ്, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് നമ്മളുടെ കഴിവ് കൊണ്ട്, ബുദ്ധി, ആലോചന, സ്വാധീനം, ബന്ധം എല്ലാം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ചെയ്തു, പക്ഷെ നിവർത്തിയില്ല. അതല്ലേ ആൾക്കാരുടെ അവസ്ഥ? നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ പൊക്കൽ ഒതുങ്ങാത്ത വിഷയമാണെന്ന് നീ പറയണത്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പം ഇനി രാത്രി മുഴുവൻ അധ്വാനിക്കേണ്ട കാര്യം എന്താ? ഓറ്റി അടിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് ഓരോ സ്ഥലത്തും പോയി ഓവർ ടൈം വർക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ മടിയായിട്ട് അവസാനം ഒന്നിനും പോകാതെ നിങ്ങൾ വെള്ളം അടിച്ച് അല്ലെങ്കിൽ സ്റ്റാമ്പൊക്കെ നാക്കലൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാരെന്താണ് മയങ്ങിക്കിടക്കണത്? ചെറിയ മയങ്ങിക്കിടക്കുകയല്ലേ നാക്കിലൊക്കെ ഒട്ടിച്ചുകൊണ്ട്. അഫ്ഗാനിസ്ഥാനിലൊക്കെ എന്താ സംഭവിക്കണത്? പട്ടിണിയാണ്. അതുകൊണ്ട് പട്ടിണിയുടെ വിശപ്പറിയാതിരിക്കാൻ വേണ്ടി കറുപ്പ് കുഞ്ഞുങ്ങളുടെ വായി കുത്തി കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ കണ്ടതാണ് എൻ്റെ. അപ്പോൾ ഓരോ സിറ്റുവേഷൻസ് ഉണ്ട്, റൈസ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻസ്. അതൊക്കെ നോക്കുമ്പോൾ ഈ രാജ്യം എത്രയോ മഹത്തരമായ ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേസമയം തന്നെ രാജ്യമായാലും നമ്മുടെ സംസ്ഥാനമായാലും അതിൻ്റെ അധികാരികളുടെ കൂടെ നിൽക്കണമെന്നില്ല ആ കാര്യം. അവരെ തിരുത്തും നമ്മൾ, പക്ഷേ എന്നാലും അവരോട് സപ്പോർട്ട് ചെയ്യും. കാര്യം അവരെയാണ് അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ബുദ്ധിയും ബോധം ഉണ്ടായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശാശ്വതവും ക്ഷേമകരമായ നടപടികൾ സ്വീകരിക്കാനും അവർ സ്വീകരിക്കുന്ന കാര്യങ്ങൾ വിജയിക്കാനും. അവർക്ക് ചിലപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ഉള്ളിൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ട് ഇതൊന്നും മറക്കാവിടെ ചെയ്യത്തില്ല. ആശയപരമായൊരു വിശ്വാസമുണ്ട്. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചൊരു കഥയൊന്നുമില്ല. ദൈവം വിശ്വസിച്ച് നിങ്ങളുടെ വിശ്വാസത്തിലല്ല ദൈവം നിലനിൽക്കണത്. പിന്നെ എന്താ കാര്യം? അതിന് ആത്മാർത്ഥമായി ആ വിശ്വാസത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യാൻ കഴിവുള്ളവൻ്റെ ആസ്തിയാണ് ആധ്യാത്മിക ആസ്തി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ആശയപരമായ കേവല വിശ്വാസമല്ല, ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തില് കറയില്ലാത്ത ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ തിരുസന്നിധിയിലെ വിശ്വസ്ത തെളിയിച്ചുകൊണ്ട് ദൈവത്തെ ജീവിത പ്രശ്നങ്ങളിലെ ഇടപെടുത്താനുള്ള കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ